ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും ആയില്യ നക്ഷത്രത്തിന് അയൽദൂഷമുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ നമ്മൾ ഉദ്ദേശിച്ചതല്ല കേട്ടോ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചോദ്യം. 21 വിവാഹപ്രായമാക്കിയാൽ ജ്യോതിഷത്തിൽ 19 വയസ്സാണെങ്കിൽ നമ്മൾ 19 വയസ്സ് കല്യാണം നടത്തും. നിയമവിരുദ്ധമല്ലേ? 23-ാമത്തെ വയസ്സ് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ഇല്ല ജാതകത്തിലുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഇത് വേണ്ട എന്ന് നമ്മൾ പറയാറില്ലല്ലോ. അപ്പൊ ആവശ്യമാണ് പ്രധാനം. മോള് പറഞ്ഞ വളരെ കറക്റ്റാണ് കേട്ടോ. വെറുതെ ആലോചിക്കാതിരുന്നിട്ട് 32 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം നടക്കാതെ പിന്നെ മുടിയും നരച്ച് നടക്കുന്നവരുണ്ട്. 19-ാമത്തെ വയസ്സ് കല്യാണം നടത്തിയിട്ട് പെൺകുട്ടികൾ ജീവിതം നരകയാതന അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അതെ, അപ്പം ആ പറയുന്നതെല്ലാം കള്ളമാണോ? കാരണം ശരിക്കും എല്ലാം കള്ളെന്ന് പറഞ്ഞില്ലല്ലോ. ഈ കുട്ടി എന്നോട് ഹരിച്ചേട്ടോ എന്തോ എങ്ങനെ എന്ന് ചോദിച്ചു. ജ്യോതിഷത്തിലും അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അതല്ല ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് നല്ലതിനുള്ളതാണ് നല്ലത് പറഞ്ഞു കൊടുക്കുക. മദ്യം, പച്ച ഇറച്ചി, മണ്ണ്, ശവവും, കത്തുന്ന തീ, അക്ഷതം, നെയ്യും ചന്ദനവും വെളുത്ത കുസുമം എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് സാധനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. വീട്ടിൽ ഞാൻ കൂടുതൽ മക്കളുമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന നല്ലൊരു അച്ഛനാണെന്ന് പിള്ളേരെ പറയണ്ടേ. പക്ഷെ ഞാൻ അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ്. കല്യാണം കഴിച്ചവൻ വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോൾ അവനൊരു ഭാര്യയുണ്ടെന്നും അവരൊരു സ്ത്രീയാണെന്നും അവൻ അവരുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് പ്രണയിക്കുന്നത് തെറ്റല്ലേ? കാലഘട്ടത്തിനനുസരിച്ച് ഈ പ്രണയ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, ഉള്ളിൽ പ്രണയം സൂക്ഷിക്കും. വാഗ്ദാനം കൊടുത്തിട്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പിന്നീട് പൊരുത്തം നോക്കാൻ വരുന്നത് തെറ്റാണ്. ഇത് എൻ്റെ അഭിപ്രായമല്ല. ദാമ്പത്യോശ്ച അന്യോന്യം ആസക്തി ശുഭത വിശേഷത പ്രോക്ത പാണിഗ്രഹണം നൃണാം അത്യർത്ഥം ചിന്തനീയം സ്യാദ് എന്നൊരു പദ്യമുണ്ട്. ഒത്തിരി പദ്യങ്ങളുണ്ട്. ഞാൻ ഈ പദ്യം ചൊല്ലി എന്തിനാണെന്നറിയാവോ? എന്തിനാ? എൻ്റെ പാണ്ഡിത്യം കാണിക്കാൻ എന്ന് കരുതരുത്. എന്താ അറിയോ? ഇതിൻ്റെ താഴെ ചിലരൊന്ന് കമന്റ് ഇടും, ഇത് വിശ്വാസമല്ലേ പിന്നെ വിട്ടിട്ട് പോകൂടെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. നമ്മൾ ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ടിക്ടോക്ക് ചെയ്യുന്നത്, റീൽ ചെയ്യുന്ന, തగ్గടിക്കുന്ന ജ്യോത്സ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഞാൻ പരിചയപ്പെടുത്താം. വേറെ ആരുമല്ല, ഹരി പത്തനാപുരം. ചേട്ടാ സ്വാഗതം. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങനെ സുഖമായിട്ട് പോകുന്നല്ലേ? ഇപ്പൊ ചേട്ടൻ നല്ല സമയമാണോ മോശ സമയമാണോ? ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പം ഇച്ചിരി മോശം സമയമാണ് കേട്ടോ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ മുമ്പ് വന്നിട്ട് ഇങ്ങനെ എന്നെ ട്രോളി ടിക്ടോക്ക് വൈറലൊക്കെ കേൾക്കേണ്ടി വരുന്നേ. പിന്നെ ജ്യോതിഷ നിയമം അനുസരിച്ച് ഇച്ചിരി മോശം സമയം ഏഴരശനിയാണ്. അതുകൊണ്ട് ഞാൻ വീട് വെപ്പ് അങ്ങ് തുടങ്ങി. കാരണം എന്തായാലും കയ്യിൽ നിന്ന് പൈസ പോകും. എന്നാ പിന്നെ വീട് വെച്ചാൽ പൈസ പോയിന്നാവും, നമുക്കൊരു വീട് ആവും. വീട് പണി നടക്കുകയാണ്. അതിന്റെ വാർപ്പെല്ലാം കഴിഞ്ഞപ്പം തേപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ ഇവരൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പണിയെല്ലാം തീർന്നിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് ട്രെൻഡ് ഇങ്ങനെ ആളുകളുടെ വീട്ടിൽ പോയി ചെയ്യുന്ന ഒരു ഹോം ടൂർ ആണോ? അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പം നേരത്തെ അപ്പൊ എന്താ വാടക വീട്ടിലാണോ താമസിച്ചത്? ഞാൻ വാടക വീട്ടിലായിരുന്നു. എന്ത് പറ്റി ഇത്രയും നാളായിട്ടും ഒരു സ്വന്തമായിട്ടൊരു വീടില്ലാതിരുന്നു? ഇപ്പോഴ് വീടില്ലാതിരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ശരിക്കും ഞാൻ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖല. പക്ഷെ അപ്പൊ നമുക്ക് ഇച്ചിരി മനസാക്ഷി ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ എനിക്കെന്തോ കുറച്ചുകൂടി ഞാൻ ഇത്തിരി ഒരു ആളുകളുടെ വിഷമം കേൾക്കുമ്പോൾ അങ്ങനെ ഒന്ന് വിഷമിക്കുന്ന ഒരാളാണ്. പിന്നെ കഴിവതും നമ്മളെ ഒരാൾ കള്ള എന്ന് വിളിക്കരുത് എന്നാഗ്രഹം. ഇപ്പം നമ്മളെക്കാൾ നമ്മുടെ മക്കൾ അവരെ പോകുമ്പോൾ കള്ളൻ്റെ മോനാണെന്ന് പറയിക്കരുത് എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി, ഞാൻ ഇത്രയും കാലമായി സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വീഡിയോസ് എൻ്റെ അത്യാവശ്യം നല്ലോണം വൈറലായിട്ടുണ്ട്. ഈ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇത്തിരി വൈറലാവുന്ന ആളുകൾ നമ്മൾ പലരെ എടുത്താൽ അവരെന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോയി പെടാറുണ്ട്. കാരണം ആ ഒരു പബ്ലിസിറ്റി കിട്ടുമ്പോൾ അതോടൊപ്പം അവരെ ട്രാപ്പിലാക്കാൻ വേണ്ടിയൊക്കെ ആളുകളുണ്ട്. പക്ഷെ എൻ്റെ ഒരു സന്തോഷം, എനിക്കിതുവരെ അങ്ങനൊരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ ദിവസവും ഒരുപാട് ആളുകളുമായിട്ട് നേരിട്ടും ഫോണിലൂടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇതൊരു വീടില്ല, വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനൊരു ഷോയിൽ വന്നപ്പോൾ എൻ്റെ അമ്മ വിഷമത്തോടു കൂടി പറഞ്ഞു, ഇവനൊരു വീട് വെച്ച് അതിലൊന്ന് താമസിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ വെച്ചേക്കാന്ന് വെച്ചു. അങ്ങനെ പണി തുടങ്ങി. എല്ലാം ദുരന്തമാണ്. ലോൺ കിട്ടാൻ താമസിച്ചു. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളായി. എന്തായാലും ഇപ്പോൾ ഒരു ട്രാക്കിൽ വന്നിട്ടുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞൊരു ബാങ്ക് അവസാനം എനിക്ക് ലോൺ തന്നെ, SBI ഒക്കെ ലോൺ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളെ നോക്കി നമ്മുടെ ഒരു അവസ്ഥ കൊണ്ട് നടന്ന് ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കാണല്ലോ ലോൺ വേണോ. അങ്ങനത്തെ കാലത്ത് SBIയുടെ പുറകെ നടന്ന് ഇവർ തരാമെന്ന് പറഞ്ഞു. ഞാനിത് നമ്മുടെ വീട് വെക്കുമ്പോൾ കോൺട്രാക്ടർ വിചാരിച്ചേ പൈസക്കൊക്കെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി കല്ലിട്ടുടനെ പണി തുടങ്ങിയ അവസാനം കട്ടളവപ്പിന് സമയം എടുക്കുകയെന്ന് പറഞ്ഞിട്ട്
വന്ന അവസ്ഥയായി, ലോണും ആയില്ല. പിന്നെ ഞാൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ ബാങ്കിൽ പോയി അവർ നല്ല ഡീൽ ചെയ്തു. ഇപ്പം എന്തായാലും വീടൊരു വിധത്തിലായി. അപ്പോൾ എന്തായാലും ഒരു സന്തോഷകരമായ 2024 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ ചേട്ടാ, ഈ വീട് പണിയൊക്കെ അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേനെ ന്യൂസൊക്കെ അങ്ങോട്ട് വരുമല്ലോ. കാരണം ഹരിപത്രാപത്തിന് കോടികൾ വിലയുള്ള വീട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ പൈസയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുള്ള പല വാർത്തകൾ വരുമല്ലോ. ഞാൻ എപ്പോഴും എൻ്റെ പ്രോഗ്രാമിലും എൻ്റെ ഇൻ്റർവ്യൂവിലും ഒക്കെ പറയാറുള്ള ഒരു കാര്യം, വീട് എന്ന് പറയുന്നത് ഡെഡ് മണിയാണ്. നമ്മൾ വീടിന് വേണ്ടി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അബദ്ധമാണ്. കുറേ കാലം മുമ്പ് ഞാൻ പറയുകയാണ്, ഒരാൾ എൻ്റെ അടുത്ത് വാസ്തു നോക്കാൻ വേണ്ടി വന്നു. അതിന് പുള്ളി കാണിച്ച പ്ലാൻ എന്ന് പറഞ്ഞാൽ 3500 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ പ്ലാൻ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രയും വലിയ വീടിൻ്റെ ആവശ്യമുണ്ടോ? ഒരു സാധാരണ നിങ്ങളിപ്പോൾ ഒരു 3 പേരേ ഉള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞു പുള്ളിയുടെ വൈഫിൻ്റെ അനിയത്തി വലിയൊരു വീട് വെച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ വലുത്, ഇത്രയൊക്കെ ഉള്ള വീടാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് മത്സരമല്ല, ഓട്ട മത്സരം പോലല്ല, കാരണം വീട് വെച്ച് മത്സരിക്കേണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോവിഡ് വന്നപ്പോൾ തിരിച്ചടവിന് നിവൃത്തിയില്ലാതെ ഇത് വിൽക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ 3500 സ്ക്വയർ ഫീറ്റ് മേടിക്കാൻ പൈസ ഉള്ള ഒരാൾ സ്വന്തമായിട്ട് വസ്തു മേടിച്ച് വീട് വെക്കുകയുള്ളൂ. അപ്പം എൻ്റെ കോൺസെപ്റ്റ് വീടിന് അത്രയും വേണ്ടാന്ന്. ആദ്യം കൊണ്ടുവന്ന പ്ലാനിൽ കോർട്ട്യാർഡ് ഉണ്ടായിരുന്നു, ഗ്രീനറി ഏരിയ ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കട്ട് ചെയ്തു. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ വേസ്റ്റാണ്. കാരണം വീട്ടിൽ ഇതൊക്കെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഒത്തിരി, നമ്മൾ ശരിക്കും ഒരു ഗൃഹപ്രവേശ ദിവസം ആളുകളെ കാണിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇതിലൊന്നും ഒരു കഥയില്ല. ഒരു 6 മാസം കഴിഞ്ഞാൽ എല്ലാ പുതിയ വീടും പഴയ വീടാണ്. ഈ വീടിന് വേണ്ടി വലിയ പണം മുടക്കിയിട്ട് വലിയ കടബാധ്യത വരുത്തി വയ്ക്കും. എന്നിട്ട് ഇത് വീട്ടാൻ നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ ഈ വാസ്തു പണ്ഡിതരെ കൊണ്ടുവരും. ഇവർ നോക്കിയിട്ട് പറയാം അവിടെ പ്രശ്നം കൊണ്ട് ഇടിച്ചേക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഇടിച്ചു കളയും, അതിനും പൈസ കടം മേടിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയാം അവിടെ അല്ല പ്രശ്നം, ഇപ്പുറത്ത് അത് കെട്ടിക്കോ എന്ന് പറയും, അതിനും പൈസ കടം മേടിക്കും. അവസാനം പറയും ഈ വീടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ഇത് വിൽക്കാൻ നടക്കും. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താ? വീടിന് വേണ്ടി നമ്മുടെ കയ്യിലില്ലാത്ത രീതിയിൽ പണം മുടക്കിയതുകൊണ്ട്. അതറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ വീട് നിർമ്മിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും അത്യാവശ്യം ഞാൻ ആലോചിച്ചത് വിളക്ക് കത്തിക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷെ അത് പൂജാമുറി എന്നുള്ളതിനേക്കാൾ അതിന് പകരം ഒരു സ്റ്റഡി റൂം വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ പല വീടുകളിലും കണ്ടിട്ടുള്ളത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനം ഇല്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള സൗകര്യം, അങ്ങനെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ വീടിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും ഡെഡ് മണി ആക്കത്തില്ല. കാരണം എൻ്റെ ജീവിതം വീടിന് വേണ്ടി പണമടച്ച് തീർക്കാനുള്ളതല്ല. എനിക്ക് ഒത്തിരി ലക്ഷ്യങ്ങൾ ഇപ്പുറത്തുണ്ട്. യാത്രകൾ പോവുക, ലൈഫിൽ ഒത്തിരി കാണാത്ത സ്ഥലങ്ങൾ കാണുക, അങ്ങനത്തെ ആഗ്രഹങ്ങളാണ് എനിക്ക് കൂടുതലുള്ളത്. വീടിന് വേണ്ടി പൈസ മുടക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ കുടുംബത്തിനും അങ്ങനെയില്ല. ചേട്ടാ, അപ്പം നമ്മളിപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ വീടിൻ്റെ കാര്യം പറയുമ്പോഴത്തേന് ഒരുപാട് പേര് പൈസ ചിലവാക്കുന്ന ഏരിയയാണ് ഈ എന്താ പറയുന്നത് കന്നിമൂല, വാസ്തു, പിന്നെ അതേപോലെ അപ്പുറത്തെ വീട്ടുകാരെ കണ്ണ് കെട്ടാതിരിക്കാൻ ആയില്യം കൊല്ലി വെക്കുന്നു, മുള വെക്കുന്നു, കുറെ ചെടികൾ കൊണ്ടുവെക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ശരിക്കും അങ്ങനത്തെ അതിനെന്തൊരു സത്യാവസ്ഥയുണ്ടോ, അതായത് പ്രസക്തി ഉണ്ടോ? ആയില്യം കൊല്ലി വെക്കുന്നത് കണ്ണ് കിട്ടാതിരിക്കാനല്ല കേട്ടോ. അയൽപക്കത്ത് ആയില്യം ഉണ്ടെങ്കിൽ അവരുടെ നോട്ടം ഇങ്ങോട്ട് വന്നാൽ ഈ വീട് നശിച്ചു പോകുന്നുള്ള. പണ്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫ് പ്രസവിക്കാൻ നേരം അവൻ്റെ അമ്മ പറഞ്ഞു, എത്ര റിസ്ക് എടുത്താലും നീ സിസേറിയൻ ചെയ്ത് ആയില്യ ദിവസം എടുത്തോണം, അപ്പുറത്തെ വീട്ടിൽ ആയില്യമുണ്ട്, അവരെ യുദ്ധം ചെയ്യാൻ ആയില്യക്കാർ തമ്മിൽ. ശരിക്കും ജ്യോതിഷത്തിൽ ആയില്യത്തിന് അയൽദോഷം എന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജാങ്കോ സ്പേസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആയില്യക്കാർ സന്തോഷിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഭയങ്കര ദുഃഖം അവരനുഭവിക്കുന്നുണ്ട്. ഒരു കുഞ്ഞുണ്ടായാലുടൻ മോള് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഈ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവന്ന് മുളയും മലവാഴ ആയില്യം കൊല്ലി വെക്കുമ്പോൾ ഇവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ കുഞ്ഞുങ്ങൾ ഇവർ വളർന്നു വരുമ്പോൾ ഇവർക്കിത് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഈ ഞങ്ങളുടെ നാളിന് എന്തോ പ്രശ്നമുണ്ടോ എന്നൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാവും. ജ്യോതിഷത്തിലെ ഒരു ഗ്രന്ഥത്തിൽ പോലും ആയില്യ നക്ഷത്രത്തിന് അയൽദൂഷമുണ്ട് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അത്യാവശ്യം നല്ലോണം റീഡ് ചെയ്യുന്ന ആളാണ്. ജ്യോതിഷ ഗ്രന്ഥങ്ങളും അല്ലാത്തതും ഒക്കെ നല്ലോണം വായിക്കുന്ന ആളാണ്. ഞാൻ ഒറ്റ ഒരിടത്ത് ഇങ്ങനൊരു കാര്യം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ, ഈ ആയില്യം എന്ന വാക്കിൽ അയൽ എന്നൊരു വാചകം ഒളിഞ്ഞു കിടപ്പുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഈ ആയില്യക്കാരുടെ സ്വഭാവ രീതികൾ ജ്യോതിഷത്തിൽ പറയുന്നതിൽ പെട്ടെന്ന് പ്രതികരിക്കും, സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കും, മനസ്സിലൊന്നും വെച്ചിട്ട് പുറത്തൊന്നും കാണിക്കാൻ അറിയത്തില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ചിലപ്പം അപ്പുറത്തുള്ളവർ എന്തെങ്കിലും ചൊറിയാൻ വന്നാൽ തിരിച്ചു പറയും, അല്ലാതെ അവരെ സൂപ്പിക്കുന്ന രീതി പറയത്തില്ല. ഇതുകൊണ്ടൊക്കെ ചിലപ്പം അയൽപക്കായിട്ട് പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് കൊണ്ടാവാം എന്ന് ചിന്തിക്കുന്നു. അല്ലാതെ ആയില്യത്തിന് അയൽദോഷമൊന്നും ഒരു കാര്യമില്ല. ശരിക്കും വിഡ്ഢികളാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. മോൾ ആയില്യാണെന്ന് തോന്നല്ലേ? പിന്നെ ചിരി സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല പൂരം നല്ല പൂരം എന്ന് പറഞ്ഞതാ. ചേട്ടാ, അപ്പം ഈ നാളിന് വരുമ്പോഴത്തേന് മറ്റേ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് കല്യാണത്തിൻ്റെ പ്രശ്നം. കാരണം ചൊവ്വാദോഷം,
വ്യാഴം ശനി എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. എന്നാലും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ നടന്നില്ലെങ്കിൽ ഇനി പിന്നെ 35 കഴിഞ്ഞ് നടക്കത്തുള്ളൂ. അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു പ്രഷറാണ്. കാരണം ചിലപ്പോൾ അവർക്ക് കല്യാണം ആ സമയത്ത് വേണ്ടായിരിക്കും, പക്ഷെ ഈ ഒരു ജാതക പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രം അവർക്ക് നേരത്തെ കല്യാണം കഴിക്കണം, കുടുംബം നോക്കേണ്ട അവസ്ഥ വരും. ശരിക്കും അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഞാൻ നമ്മൾ ഉദ്ദേശിച്ചതല്ല കേട്ടോ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചോദ്യം. ശരിക്കും ഭയങ്കരമായിട്ട് ഞാനത് എനിക്ക് ഭയങ്കര ഇങ്ങനെ ക്യൂരിയോസിറ്റിയോടുകൂടി കേട്ടോണ്ടിരുന്നത് ശരിക്കും ഇന്ന് ചെറുപ്പക്കാര് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നതാണ്. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഈ പർട്ടിക്കുലർ ടൈം എന്ന് പറയുമ്പം അതിനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതും ഇപ്പൊ ഉദാഹരണമായിട്ട് 19 വയസ്സ് കല്യാണം കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ 21 വിവാഹപ്രായമാക്കിയാൽ ജ്യോതിഷത്തിൽ 19 വയസ്സാണെങ്കിൽ നമ്മൾ 19 വയസ്സ് കല്യാണം നടത്തും. നിയമവിരുദ്ധമല്ലേ? ഇത് കണ്ട് ഒരാൾക്ക് ജോലി കിട്ടുന്നത് 27ാമത്തെ വയസ്സിലാണെന്ന് ജാതകത്തിലുണ്ട് എന്ന് കരുതുക. 23ാമത്തെ വയസ്സ് ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ഇല്ല ജാതകത്തിലുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഇത് വേണ്ട എന്ന് നമ്മൾ പറയാറില്ലല്ലോ. അപ്പൊ ആവശ്യമാണ് പ്രധാനം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരാള് ജീവിതം തകർക്കാനുള്ളതല്ല. നീ ഇത് ചെയ്യരുത്, നീ ഇങ്ങനെ ആവരുത്, നീ ഇതിനും പോകരുത് അങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്താനുള്ളതല്ല. നിന്റെ ജീവിതത്തെ നല്ലതാക്കാനുള്ളതാണ്. ഒരു പർട്ടിക്കുലർ ടൈം ഇന്ന സമയം ഇപ്പം 10 വയസ്സ് അല്ല 19 വയസ്സ് കല്യാണം നടന്നില്ലേ 36 ഉള്ളൂ എന്നൊരു കാര്യം ഒരിക്കലും ജ്യോതിഷത്തിലില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ അപഹാരങ്ങൾ മാറി വരും. കൂടിപ്പോയാൽ 1.5 വർഷം 2 വർഷം, അതിനപ്പുറം ഒരു കാലയളവ് ഒരിക്കലും പറയാൻ വേണ്ടി പോലും പാടില്ല. കാരണം തൊട്ടടുത്ത് നല്ലൊരു അപഹാരം ജ്യോതിഷത്തിൽ വരും. ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എഴുതിയവർ വിഡ്ഢികളല്ല. പക്ഷെ ഇത് ഈ ചില സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇതിനെ കൈകാര്യം ചെയ്ത് മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന ആളുകളുണ്ട്. അവരാണ് ഈ പറയുന്ന പ്രശ്നമുള്ളത്. മോള് പറഞ്ഞ വളരെ കറക്റ്റാണ് കേട്ടോ. വെറുതെ ആലോചിക്കാതിരുന്നിട്ട് 32 വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം നടക്കാതെ പിന്നെ മുടിയും നരച്ച് നടക്കുന്നവരുണ്ട്. 19ാമത്തെ വയസ്സ് കല്യാണം നടത്തിയിട്ട് പെൺകുട്ടികൾ ജീവിതം നരകയാതന അനുഭവിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. എനിക്കറിയാം, പണ്ടൊരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പം നമ്മുടെ കഴിഞ്ഞ ഒരു RTOയുടെ അവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തല്ലോ. ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ വിസ്മയ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശരിക്കും ആ സമയത്തുണ്ടായ ആ കായംകുളത്തുണ്ടായ ഒരു സംഭവമുണ്ട്. അവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. പക്ഷെ ഇതിൽ മുങ്ങിപ്പോയൊരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ജാതകത്തിൽ ഈ 20 വയസ്സിന് മുമ്പ് കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് 19ാമത്തെ വയസ്സിൽ പിടിച്ച് കെട്ടിച്ചു. അത് പാടില്ല. അപ്പൊ ഈ ചോദ്യം തിരിച്ചു വഹിക്കണം. ശരിക്കും തൊട്ടടുത്ത സമയങ്ങളുണ്ട്, പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ യുക്തിക്ക് അനുസരിച്ചിരിക്കും. അതെ, അപ്പം ആ പറയുന്നതെല്ലാം കള്ളമാണോ? കാരണം ശരിക്കും എല്ലാം കള്ളെന്ന് പറഞ്ഞില്ലല്ലോ. ഈ ചില ആളുകള് സാഡിസ്റ്റുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ്, എല്ലാവരും ഒരേപോലെ ആകത്തില്ല. ഇപ്പൊ മോൾ എത്ര പോസിറ്റീവായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എല്ലാവരും അങ്ങനെ ചോദിക്കണം എന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാനൽ മുഴുവൻ അങ്ങനെയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നു. ഒരു കുട്ടി ഇങ്ങനെ വൈഫിനോട് ചോദിച്ചു, പിന്നെ ഇദ്ദേഹം വീട്ടിലെങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വൈഫ് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പ്രശ്നക്കാരനൊന്നും അല്ല, മേളിൽ പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോളൂ. എനിക്ക് ഒത്തിരി കോളുകൾ വരാറുണ്ടല്ലോ, മോളെ എന്നൊക്കെ വിളിച്ചിട്ടൊക്കെ എല്ലാവരോടും സംസാരിക്കും എന്ന് പറയുമ്പോൾ പുള്ളി ചേച്ചി ശ്രദ്ധിക്കണം, അങ്ങനെ പുള്ളി അങ്ങനെ വൈഫ് പറഞ്ഞേ ഇല്ല, പുള്ളിക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം ഈ കുട്ടി എന്നോട് ഹരിച്ചേട്ടോ എന്തോ എങ്ങനെ എന്ന് ചോദിച്ചു. അപ്പൊ വൈഫ് ഇറങ്ങിയിട്ട് എന്നോട് ചോദിച്ചു അതെന്താ ആ കുട്ടി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നവരുണ്ട്. കുടുംബം തകരാൻ അത് പോരി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബുദ്ധിമാനായതുകൊണ്ട് അത് ഇത് എസ്കേപ്പ് ചെയ്ത് പോയി. പക്ഷെ അങ്ങനെ പറയുന്നവരുണ്ട്. എന്ന് പറഞ്ഞിട്ട് അതാണ് ജേർണലിസം എന്നോ അതാണ് മാധ്യമ പ്രവർത്തനമെന്നോ ഇല്ല. ജ്യോതിഷത്തിലും അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ അതല്ല ജ്യോതിഷം. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരാൾക്ക് നല്ലതിനുള്ളതാണ്, നല്ലത് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡേ ടു ഡേ ലൈഫിൽ ചേട്ടൻ എങ്ങനെയാണ്? കാരണം നമ്മൾ ഈ സദാനന്ദന്റെ സമയത്തിനകത്ത് നമ്മൾ ദിലീപിനെ പോലെ നീ ആ മറ്റേ കുടം കൊണ്ട് ഫ്രണ്ടിലോട്ട് വന്ന് അല്ലെങ്കിൽ തുളസിക്കതിര് മറ്റേ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഇറങ്ങുമ്പം എന്തോ കാക്കയെ കാണാൻ പാടില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇല്ലേ? അപ്പൊ അങ്ങനത്തെയൊക്കെ ശീലങ്ങൾ പിന്തുടരുന്നൊരു ആളാണോ ചേട്ടൻ? അല്ല, ഞാൻ അങ്ങനെ പിന്തുടരുന്നവരുണ്ട് കേട്ടോ. ഞാൻ അങ്ങനൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം യാത്ര തുടങ്ങുമ്പോൾ എന്നാൽ രാഹുകാലമല്ലേ ഒന്ന് മാറ്റി വെച്ചേക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്. നമുക്കിപ്പം ഈ ജ്യോതിഷത്തിലെ നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിതം സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടീനെ സ്കൂളിൽ വിടണം, അത് നമ്മൾ സമയം നോക്കി വിടാൻ വേണ്ടി അങ്ങനെ പറ്റില്ല. അങ്ങനെ ഇപ്പം ഈ നമ്മൾ നല്ല കാഴ്ച എന്നൊക്കെ അറിയുമ്പോൾ ഈ നല്ല നിമിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? നല്ല അറിയില്ല. നല്ല നിമിത്തങ്ങൾ പറയുന്നത് രസമാണ്. മദ്യം നല്ല നിമിത്തം. ഇപ്പൊ രാവിലെ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. മദ്യം, പച്ച ഇറച്ചി, മണ്ണ്, ശവവും, കത്തുന്ന തീ, അക്ഷതം, നെയ്യും ചന്ദനവും, വെളുത്ത കുസുമം എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് സാധനങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഏതാ നല്ല നിമിത്തം?
അപ്പൊ നമുക്കെന്ന് പറഞ്ഞ് രാവിലെ മദ്യം എടുത്ത് മുമ്പോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ശവം കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ളവരുണ്ട്. രാവിലെ നല്ല നിമിത്തം തുടങ്ങണമെങ്കിൽ അങ്ങനെ ഉണ്ടാവും, ശവം കൊണ്ടുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള നിമിത്തങ്ങൾ. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് പറയുന്നത് നമുക്ക് മനഃപ്രസാദം ഉണ്ടാക്കുന്നതെല്ലാം ശുഭപ്രദം. നമുക്ക് സന്തോഷം തരുന്ന ശകുനങ്ങൾ അത് നല്ലതാ. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഈ ജ്യോതിഷം ബേസിക്കലി കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ള ഒരു സാധനം കൂടെ. ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാനല്ലാതെ രാവിലെ എണീറ്റ ഉടൻ ഒരാൾ ചൂലും കൊണ്ട് അവിടെ നിൽക്കൂ, അല്ലെങ്കിൽ ചൂലും കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കൂ, അങ്ങനെയൊന്നും പറയത്തില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആണോ വീട്ടില്? മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് 2 മക്കളാണ്. ഞാൻ മക്കളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അച്ഛനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ ഇനി മുതൽ സ്ട്രിക്റ്റ് ആവുകയെന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ ചിരിക്കുക, എൻ്റെ ഒരു പേര് പുച്ഛിച്ച്. കാരണം അങ്ങനത്തെ ഒരു അച്ഛനാണ്. ഞങ്ങളുടെ കുടുംബം എല്ലാം കൂടെയുള്ള ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി മാത്രമല്ല, ഞാൻ ഈ ഒരുപാട് കഥകൾ കേൾക്കുന്നത് കൊണ്ട് ഞാൻ കുട്ടികളുമായി അത് ഷെയർ ചെയ്യാറുണ്ട്. ഒരിക്കലും സി കേരളത്തിൽ ഞാനും എൻ്റെ ആളും എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് എന്റെ മോള് വന്നിട്ട് പറഞ്ഞു, വീട്ടിൽ അച്ഛനാണ് അമ്മ, അമ്മയാണ് അച്ഛൻ എന്ന് പറഞ്ഞു. കാരണം ഒരു പെൺകുട്ടികൾക്ക് എന്തൊക്കെയാണോ അവരുടെ പ്രായം മാറുന്നതനുസരിച്ച് ഉണ്ടാകേണ്ടുന്ന അറിവുകൾ, ആ അറിവുകളൊക്കെ ഞാനാണ് എൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, നമ്മൾ അത്യാവശ്യം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇച്ചിരി തരികിടയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യം എങ്ങനെയൊക്കെ തരികിടകൾ വരാം. ഇപ്പോഴത്തെ പിള്ളേർ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിക്കുന്നിടത്ത് തുടങ്ങുന്നവരാ. പക്ഷെ ഞാനിത് ഡെയിലി കേൾക്കുന്നതുകൊണ്ട് എവിടെ ആള് അവസാനിപ്പിക്കുന്നത്, എവിടെ തുടങ്ങുന്നതെന്ന് എനിക്കറിയാലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി സംസാരിക്കുന്ന ഒരു അച്ഛനാണ്. മാത്രമല്ല, പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നാൽ ഞാൻ അവരെ വിളിച്ച് ഞങ്ങളെല്ലാം കൂടെ കട്ടിലോട്ട് 3 പേരൂടെ, ഞാനും എൻ്റെ മകനോട് ഇരുന്നിട്ട് അന്നത്തെ എല്ലാ കാര്യങ്ങളും പറയിക്കും. എങ്ങനെ പോയി, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു എന്നൊക്കെ പറയിക്കും. അങ്ങനത്തെ ഒരു വീട്ടിൽ ഞാൻ കൂടുതൽ മക്കളുമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യുന്ന നല്ലൊരു അച്ഛനാണെന്ന് പിള്ളേരെ പറയണ്ടേ. പക്ഷെ ഞാൻ അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. ചേട്ടനൊക്കെ പാരമ്പര്യമായിട്ട് ഈ ഒരു ജ്യോത്സ്യന്റെ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തരീരയുടെ കാര്യം പറഞ്ഞു, അന്ന് പ്രേമമൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് പ്രേമം ഉണ്ടായിരുന്നു കോളേജിൽ. കത്തുകളൊക്കെ കൊടുക്കുന്ന പ്രേമം എന്ന് വെച്ചാൽ നമ്മൾ നല്ല, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. ഞങ്ങള് പ്രിയപ്പെട്ട കത്തുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളാ? പിന്നെ ഏതിലുള്ള? 90s ഫോൺ വരുന്നതിന് മുമ്പാ? പിന്നെ ഫോൺ വരുന്നതിന് അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഞാൻ ലെറ്ററുകൾ കൊടുത്തിട്ടുണ്ട്, പ്രണയലേഖനം. എന്നിട്ട് അതിനുവേണ്ടി പിറ്റേ ദിവസം ഇതിന്റെ മറുപടിക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇന്നത്തെ പിള്ളേർക്ക് അതില്ലല്ലോ. വാട്സപ്പിൽ പടപെടാന്ന് മെസ്സേജുകൾ, മറുപടി, എന്തും ചെയ്യാൻ ധൈര്യമുണ്ട്. നമുക്കന്ന് ധൈര്യമില്ല. അന്ന് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, ശരീരത്തിൽ തൊടാൻ പോലും അന്ന് തൊട്ടിട്ട് പോലും ഇല്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരു ധൈര്യം അന്നില്ല. പക്ഷെ എന്താ പറയുക, ഒരു പരിപാവനമായിട്ടുള്ള പ്രണയങ്ങളായിരുന്നു അന്ന് കൂടുതൽ ഉണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് പിള്ളേര്, ഞാൻ പലപ്പോഴും ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് പ്രണയത്തെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭ്രമമാണ്, ഒരു കവിതയിൽ പറയുന്ന പോലെ ഭ്രമമാണ് പ്രണയം, വെറും ഭ്രമം. കറക്റ്റാ, വെറുതെ ഒരു ഭ്രമം. ആ സമയത്ത് ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യും? എന്നിട്ട് പോയി അബദ്ധത്തിൽ ചാടുകയും ചെയ്യും. വിവാഹ വാഗ്ദാനം നൽകിയ ഒരാള് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവൻ കല്യാണം കഴിച്ചവനാ. ഈ കല്യാണം കഴിച്ചവൻ വിവാഹ വാഗ്ദാനം ചെയ്യുമ്പോൾ അവനൊരു ഭാര്യയുണ്ടെന്നും അവരൊരു സ്ത്രീയാണെന്നും അവൻ അവരുടെ കൂടെ ജീവിക്കുന്നുണ്ടെന്നും അറിഞ്ഞുകൊണ്ട് പ്രണയിക്കുന്നത് തെറ്റല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ നീ ഡിവോഴ്സ് ചെയ്തിട്ട് വാ, നിനക്ക് അങ്ങനെ പ്രശ്നമാണെങ്കിൽ വാ. എന്നിട്ട് ഇങ്ങനെയുള്ള അബദ്ധത്തിലും പോയി ഒത്തിരി പേര് ചാടുന്നുണ്ട് കേട്ടോ. എന്നോട് വന്നില്ല തുറന്നു പറയുന്നത് കൊണ്ട് ഇങ്ങനത്തെ പ്രണയവും ഇന്ന് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ഈ പ്രണയ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, ഉള്ളിൽ പ്രണയം സൂക്ഷിക്കുന്ന. ഓക്കെ. ഇപ്പം ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ വരാറുണ്ടോ? ഐ മീൻ പ്രണയിക്കുന്നവരൊക്കെ വന്നിട്ട് സമയവും അല്ലെങ്കിൽ അവരുടെ ഒരു പൊരുത്തമൊക്കെ നോക്കാൻ വരുന്നവരുണ്ടോ? ഞാൻ പക്ഷേ അത് എൻ്റർടൈൻ ചെയ്തില്ല. എൻ്റെ കോൺസെപ്റ്റ്, നിങ്ങൾ പ്രണയിച്ചാൽ നിങ്ങൾ കല്യാണം കഴിച്ചോണം, പിന്നെ പൊരുത്തം നോക്കരുത്. നിങ്ങൾ പൊരുത്തത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു കുട്ടീനോട് ഇഷ്ടം തോന്നിയാൽ കുട്ടി ആ ഡേറ്റ് ഓഫ് ബർത്ത് സമയം കൂടെ തരൂ, ഞാൻ ജാതകം ഒന്ന് എടുത്തിട്ട് പൊരുത്തം നോക്കട്ടെ, ചേരുമെങ്കിൽ പ്രണയിക്കാന്ന് പറയണം. വാഗ്ദാനം കൊടുത്തിട്ട് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പിന്നീട് പൊരുത്തം നോക്കാൻ വരുന്നത് തെറ്റാണ്. ഇത് എൻ്റെ അഭിപ്രായമല്ല, ജ്യോതിഷത്തിന്റെ അഭിപ്രായമാണ്. യസ്യാമന സമാസക്തം താമേവ വിവഹേൽ ബുധ സർവാനുഗുണഭാഗേബി മനോനുഗുണധാധിക എന്ന് പറഞ്ഞൊരു പദ്യമുണ്ട്. ദാമ്പത്യോശ്ച അന്യോന്യം ആസക്തി ശുഭത വിശേഷത പ്രോക്ത പാണിഗ്രഹണം നൃണാം അത്യർത്ഥം ചിന്തനീയം സ്യാത് എന്നൊരു പദ്യമുണ്ട്. ഒത്തിരി പദ്യങ്ങളുണ്ട്. ഞാൻ ഈ പദ്യം ചൊല്ലി എന്തിനാണെന്നറിയാവോ? എന്തിനാ? എൻ്റെ പാണ്ഡിത്യം കാണിക്കാൻ എന്ന് കാര്യം തരുന്നത്. എന്താ അറിയോ? ഇതിന്റെ താഴെ ചിലർ വന്ന് കമന്റ് ഇടും, ഇത് വിശ്വാസമില്ല പിന്നെ വിട്ടിട്ട് പോകൂടെ. ജ്യോതിഷത്തിലെ നിയമം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ജ്യോതിഷത്തിന് പുറത്ത് നിന്നോണ്ടല്ല, ഇതിന്റെ ഉള്ളിലെ നിയമത്തിൽ പറയുന്നു നിങ്ങൾ പ്രണയിച്ചിട്ട് നിങ്ങൾ പൊരുത്തം നോക്കരുതെന്ന്. പിന്നെ പ്രേമിച്ചിട്ട് എന്തിനാണ് ഈ പൊരുത്തം നോക്കുന്നത്? നിങ്ങൾക്കറിയാമോ, പങ്കാളിയെ ഒഴിവാക്കാൻ വേണ്ടി ഈ പൊരുത്തത്തെ പിടിച്ചിരുന്ന ആളുകളുണ്ട്. പ്രേമിച്ചു, ഈ പെൺകുട്ടികളാണ് ഇതിനു വേണ്ടി ഭയങ്കര പ്രാധാന്യം. ആൺകുട്ടികളും ഉണ്ട്, പക്ഷെ കുറവാണ്. അവസാനം ഇവന് ഈ ഒഴിയണം, അല്ലെങ്കിൽ ഇവക്കിത് മാറണം, പല വഴികൾ നോക്കി നടക്കുന്നില്ല. അപ്പോൾ ഏറ്റവും അത്യാവശ്യം അടിച്ചിരുന്ന ലാസ്റ്റ് സാധനം, കല്യാണം കഴിച്ചാൽ
ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഇമോഷണൽ, നീ മരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ എൻ്റെ അടുത്ത് കൊണ്ടുവരും. ഞാൻ പറയും ഈ കുട്ടീനെ എങ്ങനെ സ്നേഹിക്കുന്നത്, ജീവന തുല്യം. എന്നാൽ പിന്നെ എന്തിനാണ് ജീവൻ പോകുന്നതിന് നീ പേടിക്കുന്നത്? നീ ജീവന തുല്യം സ്നേഹിക്കുന്നെങ്കിൽ പിന്നെ മരിച്ചു പോകുന്നതിന് എന്തിനാണ് പേടിക്കുന്നത്? ജീവനേക്കാൾ ഇഷ്ടം ഈ കുട്ടീനെ അല്ലേ. ഒഴിവാക്കാൻ വേണ്ടി പൊരുത്തം നോക്കുന്നുണ്ട്, അതിനെ എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പ്രേമിച്ച് കല്യാണം കഴിച്ച ആളാ, ഒട്ടും പൊരുത്തമില്ലാതെ കല്യാണം കഴിച്ച ആളാ. പക്ഷെ ഞാനത് നടത്താൻ വേണ്ടി ഞാൻ ജ്യോതിഷത്തിലെ നിയമങ്ങൾ തന്നെ ഉപയോഗിച്ച്, പുറത്തിറങ്ങിക്കൊണ്ടല്ല, അകത്ത് നിന്നുകൊണ്ട് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളോട് വന്നിട്ട് പ്രേമിച്ചിട്ട് പൊരുത്തം നോക്കി ഒഴിയാൻ നോക്കിയാൽ അങ്ങനെയുള്ളവർ വരണ്ട. അപ്പം വരുന്നവർക്ക് അറിയുകയും ചെയ്യാം, ഞാനത് എന്റർടൈൻ ചെയ്യത്തൂല, സമ്മതിക്കത്തൂല. പ്രേമിച്ചാൽ കെട്ടിക്കോണം, ഇല്ലെങ്കിൽ വെറുതെ പ്രേമിക്കില്ലെങ്കിൽ നമുക്ക് അല്ലാതെയും പ്രേമിക്കാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കല്യാണം വരെ പ്രേമിച്ച് നമുക്ക് ആഹ്ലാദിച്ച് നടക്കാന്ന് പറഞ്ഞ് പ്രേമിച്ചു, വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പിന്നെ ലാസ്റ്റ് മൊമെന്റ് വരുമ്പോൾ പൊരുത്തവും ജാതകവും ഒക്കെ വരുന്നത് ശരിയല്ല. അതിനെ ഞാൻ എന്റർടൈൻ ചെയ്യില്ല. ജ്യോതിഷ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ അതിനെ എന്റർടൈൻ ചെയ്യും. ഇതുപോലെ എന്തെങ്കിലും ചേട്ടൻ ഇത്രയും നാളത്തിനിടയ്ക്ക് അനുഭവിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള കഥകൾ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാടുണ്ട്, ഓർമ്മ വരുന്ന ഒന്ന് രണ്ടെണ്ണം ഒഴിവാക്കാൻ നോക്കുന്നത്. പിന്നെ ഞാൻ ഈ പൊരുത്തത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഈ പിള്ളേർ പണ്ട് എനിക്ക് സൂര്യ ടി വിയിൽ ഒരു എപ്പിസോഡിൽ ഇപ്രകാരമുള്ളൊരു കത്ത് വന്നാണ്. അതായത് ഒരു പയ്യൻ, ഇവൻ പ്രേമിച്ചു, ഈ കുട്ടി ഇവന് വേണ്ടി ഇതിന്റെ സ്വർണ്ണമെല്ലാം പണയം വെച്ചു കൊടുത്തു. ഈ പെൺകുട്ടികളുടെ പ്രശ്നം ഇതാണ്, പ്രേമിച്ച് ഇവരെന്തും ചെയ്യുന്നു. പ്രേമിച്ചിട്ടേ നമ്മൾ എൻ്റെ ഫോൺ ഭയങ്കര കുഴപ്പമാണ്, പറ്റുന്നില്ല, ഈ ഫോണും കൊണ്ട് പോയിട്ട് ഇന്നലെ ഒരുത്തം കളിയാക്കി എന്ന് പറഞ്ഞാൽ ഈ കൊച്ച് അമ്മയുടെ മാലയായാലും മോഷ്ടിച്ചുകൊണ്ട് ഫോൺ മേടിച്ചു കൊടുക്കും. പ്രേമത്തിന് വേണ്ടി ഇത്രയും വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന വേറൊരാളുകളില്ല. ആൺകുട്ടികളും ഉണ്ട് കേട്ടോ ചിലര്, പക്ഷെ വ്യാപകമായൊന്നുമില്ല, നമ്മളൊന്നും ചെയ്തില്ല പെൺകുട്ടികളെ. അപ്പോൾ ഇങ്ങനെ ഇവൻ കത്തെഴുതി എനിക്ക്, ചേട്ടാ ഇങ്ങനെ പൊരുത്തം നോക്കി, ഇപ്പൊ പൊരുത്തം നോക്കിയപ്പോൾ ചേരത്തില്ലെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ചേട്ടനൊന്ന് പറയണം, അവൾ ചേട്ടൻ്റെ പ്രോഗ്രാം കാണുന്ന ആളാണ്. അപ്പം ഞാൻ പറയടാ കുഞ്ഞെ, ഞാൻ മറുപടി അങ്ങനെ തന്നെ കൊടുത്തു. പ്രേമിക്കുമ്പോൾ ഇത് ഓർത്തില്ലല്ലോ, ആ കൊച്ചിന്റെ സ്വർണ്ണമാല മേടിക്കുമ്പം ഇത് ഓർത്തില്ലല്ലോ, അവൾ കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്നെ അയക്കുമ്പോൾ ഇത് ഓർത്തില്ലല്ലോ. ഇപ്പൊ നിനക്ക് അവിടെ ചെന്ന് ജോലിയൊക്കെ ആയപ്പോൾ നീ ഈ കൊച്ചിനെ തേക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല, ഇതിനെ തേക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് എന്നെ ഉപയോഗിക്കേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇതാണെങ്കിൽ വേണം. ഞാൻ ലാസ്റ്റ് മറുപടിയും കൊടുത്തു, മോളെ ഒരു വളരെ പെട്ടെന്ന് ശുഭസ്യ ശീഘ്രം, പെട്ടെന്ന് ഇവനെ ഒഴിവായിക്കോളാം പറഞ്ഞു. ഇത് പിടിച്ചിടും. ഒരു പയ്യൻ ഫോൺ ചെയ്തിട്ട്, ഒരു പെങ്കൊച്ച്, ആ അധികം പ്രായമില്ലാത്ത കുട്ടീനെ 19-20 വയസ്സും കണ്ടേ ഉള്ളൂ, ഇവൻ പറഞ്ഞു ശാന്തി മുഹൂർത്തം വരാൻ പോവാണ് വളരെ പെട്ടെന്ന്, ഈ സമയത്ത് നമ്മൾ തമ്മിൽ താലി കെട്ടിയിട്ട് ഒന്നിച്ചൊരു ദിവസം നിന്നാൽ പിന്നെ ഈ കല്യാണം ഒരിക്കലും നടക്കാതിരിക്കില്ല, എത്ര നാളായാലും നമ്മളെ കിട്ടൂ എന്ന് ഈ കുട്ടീനോട് പറഞ്ഞു. ഈ കുട്ടി ഇത് വിശ്വസിച്ച് പാനൊരുങ്ങി. ഒരു ക്ലാരിഫിക്കേഷൻ എന്നെ ഒന്ന് വിളിച്ചു. ഞാൻ ചോദിച്ചു, അവനെ കോൺഫറൻസ് ഇടാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ മോനെ ഏത് ചോദിച്ചാണ് പറഞ്ഞത്, അവിടെ ഇയാളെ വിളിക്കാൻ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് കട്ട് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ടത്, യൂട്യൂബിലൊക്കെ കാണും. കാരണം എന്താ, ഇത് കള്ളം പറഞ്ഞ ജ്യോതിഷത്തെ മറയാക്കിക്കൊണ്ട് ഇതുപ്രകാരം പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി രസകരമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്.